Bismillahirrahmanirrahim. Elhamdülillahi Rabbil alemin. Allahümme salli ala seyyidina Muhammedin ve ala alihi ve ashabihi ecma'in emma ba'de. Salatu ve selamu aleyke ya seyyidi ya Resulullah. Kudu biyedi qallati hilati yadrikini. Ya sahabel vakti. A'idhu bi hukmin niyabati ankum. Ya sahibel vakti a'idhu bikum. നിയാബത്തൻ അൻകും അല്ലാഹു ജബഹത്തി തഹ്ത ഖദമൈക്കും. അല്ലാഹ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ സ്വലാത്ത് ചൊല്ലുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അത് ചെല്ലലാണ് നമ്മൾ ഈ സമയത്ത് ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് പലരും വീടുകളിൽ വെച്ച് കൂട്ടമായി ചൊല്ലുന്നു. ഇതേ മോഡലുള്ള സദസ്സുകൾ വേറെ സ്ഥലത്ത് തുടങ്ങുന്നു. അൽഹംദുലില്ലാഹ് 1000 സ്വലാത്ത് എന്ന ഒരു ട്രെൻഡ്, ഒരു ദിവസത്തിൽ 1000 സ്വലാത്ത് എന്ന ഒരു ട്രെൻഡ് ഈ നോമ്പിൻ്റെ ശേഷവും അങ്ങ് നിലനിർത്തി അങ്ങനെ നമ്മുടെ ജീവിതമായി കിട്ടിയാൽ വല്ലാത്തൊരു സന്തോഷമാണ്. 1000 സ്വലാത്ത് ചൊല്ലുന്ന വ്യക്തി വളരെ വലിയ ഭാഗ്യവാനാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഈസ സഖഫി റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മൻ സല്ല അലയ്യ ഫീ യൗമിൻ 50 മറത്തൻ സഫഹത്തുഹു യൗമൽ ഖിയാമ. 50 വട്ടം സ്വലാത്ത് ചൊല്ലിയാൽ തന്നെ യൗമുൽ ഖിയാമത്തിൽ ഞാനവനെ മുസാഫഹത്ത് ചെയ്യും. 50 വട്ടം ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ മുത്തുനബി പറയുന്നു, ഞാനവനെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യും. അല്ലാഹ്, മുത്തുനബിൻ്റെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യാനൊരു ചാൻസ്. ഇപ്പോൾ നമ്മളിവിടെ ഉസ്താദിൻ്റെ ഖലീൽ തങ്ങളുപ്പാപ്പാൻ്റെ കൈ പിടിച്ചൊന്ന് കിട്ടാൻ, എ പി ഉസ്താദിൻ്റെ കൈയൊന്ന് പിടിച്ചിട്ടാൻ, റയീസുലുമിൻ്റെ കൈയൊന്ന് പിടിച്ചിട്ടാൻ, അതിൽ തന്നെ നമ്മുടെ ആശ എത്രയാണ്. അപ്പോൾ പിന്നെ മുത്തുനബിൻ്റെ കൈ പരലോകത്ത് വെച്ച് പിടിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമല്ലേ. 50 സ്വലാത്ത് എല്ലാ ദിവസവും ചൊല്ലിയാൽ മതിയെന്ന്. അള്ളാഹു തൗഫീഖാക്കട്ടെ. അപ്പോൾ ഈ 50-ൽ 1050 ഉണ്ട്. 1000-ൻ്റെ മഹത്വം പറഞ്ഞാൽ എന്താ? മുത്തുനബിൻ്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാം. എൻ്റെ ചുമരും ഈ ചൊല്ലിയവൻ്റെ ചുമരും തമ്മിൽ സ്വർഗത്തിൻ്റെ കവാടത്തിങ്കൽ ഇങ്ങനെ തിരക്കും എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ രൂപം വരുന്ന സംഭവങ്ങൾ അത് എല്ലാ അർത്ഥത്തിലും വരും. അപ്പോൾ 50 ചൊല്ലിയതിൻ്റെ ഫضല്, 100 ചൊല്ലിയതിൻ്റെ ഫضല് അതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഏതാവും. ഒരുപാട് എണ്ണത്തിൻ്റെ ഫضലുള്ളതൊക്കെ അതിൻ്റെ കൂട്ടത്തിൽ പെടും. കാരണം 50 കഴിഞ്ഞിട്ട് വേണ്ടേ 1000-ക്ക് എത്താൻ. അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വലാത്തുൻ അലയ്യ നൂറുൻ അലസ് സിറാത്തി. എൻ്റെ മേലുള്ള സ്വലാത്ത് സിറാത്ത് പാലത്തുമ്മ പ്രകാശമാണ്. സിറാത്ത് പാലം പ്രകാശം ആവശ്യമുള്ള ഒരു സ്ഥലമാണ്. പ്രകാശമുള്ള ആളുകൾ പ്രകാശവും കൊണ്ട് പോകുമ്പോൾ നിങ്ങളൊന്ന് നിൽക്കി, നഖ്തബിസ് മിൻ നൂരിക്കും, നിങ്ങളെ പ്രകാശത്തിൽ നമ്മളും കുറച്ചെടുക്കട്ടെ എന്ന് പറയുമ്പോൾ അത് കിട്ടൂല എന്നാണ്. അപ്പോൾ വേറൊരാൾ പ്രകാശം, ഓരോരുത്തരും അവനവൻ്റെ പ്രകാശം കൊണ്ട് പോകും. എന്നാൽ അവിടെ സ്വലാത്ത് ചൊല്ലിയവനിക്ക് സിറാത്ത് പാലത്തുമ്മ സ്വലാത്ത് പ്രകാശമാകും. ഫമൻ സല്ല അലയ്യ യൗമൽ ജുമുഅത്തി 80 മറത്തൻ. അതിലങ്ങനെ 80 സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലിയാൽ ഉഫിറത്ത് ലഹു 80 ദുനൂബു 80 സന, 80 കൊല്ലത്തെ ദോഷം അവനിക്ക് പോക്കും. ഖീല യാ റസൂലല്ലാഹ് കൈഫ സ്വലാത്തു അലൈക, എങ്ങനെയാണ് തങ്ങളെ മേൽ സ്വലാത്ത് ചെല്ലേണ്ടത്? ഖാല, അപ്പം പറഞ്ഞു കൊടുത്തങ്ങ, ഖുൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ നബിയിക വ റസൂലിക നബിയിൽ ഉമ്മി.
വേറൊരു ഹദീസ് അബൂദർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഖാല അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സല്ല അലയ്യ യൗമൽ ജുമുഅത്തി മിഅത്തൈ സ്വലാത്തിൻ 200 സ്വലാത്ത് എൻ്റെ മേലിൽ വെള്ളിയാഴ്ച ദിവസത്തിൽ ചൊല്ലിയാൽ ഉഫിറ ലഹു ദുനൂബു മിഅത്തൈ ആമിൻ 200 കൊല്ലത്തെ ദോഷം പൊറുക്കപ്പെടും. ദൈലമി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങളെ തൊട്ട് പ്രസിദ്ധമായ ഹദീസ് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്സറുഹും അലയ്യ സ്വലാഹ് എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയവൻ്റെ സ്വന്തക്കാരനായി അവൻ്റെ അടുത്ത ആളായി ഞാനുണ്ടാവും ഖിയാമത്ത് നാളിൽ. ഖിയാമം എന്ന് പറഞ്ഞാൽ മരണം തൊട്ട് തുടങ്ങും. മുഅ്മിനിൻ്റെ മരണമാണ് മുഅ്മിനിൻ്റെ ഖിയാമം. കാരണം മറ്റേ ഖിയാമം അഥവാ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിൻ്റെ ഊത്തുകൊണ്ട് പൊട്ടുന്ന ഒന്നാം ഊത്തുണ്ടല്ലോ, അത് ആർക്ക് കിട്ടൂല. അത് പിന്നെ മുഅ്മിനീങ്ങൾക്ക് കിട്ടൂല. കാരണം അള്ളാഹ് എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഖിയാമം നിലക്കൂല. അപ്പോൾ അത് പറയുന്നവരൊക്കെ ഭൂമിൻ്റെ ചോട്ടിക്ക് എത്തിയിട്ടേ ഖിയാമം നിലക്കുള്ളൂ. അപ്പോൾ ഇസ്രാഫീൽ അലൈഹി ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഊത്തുള്ള പൊട്ട് അത് കാഫിരീങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ, ഒരു മാത്രമേ അനുഭവിക്കുള്ളൂ. മുഅ്മിനീങ്ങളൊക്കെ പിന്നെ രണ്ടാമത്തെ പൊട്ട് പൊട്ടിയിട്ടുള്ള എണീക്കൽ, അതാണ് ഒരു ആദ്യത്തെ സംഭവം. മംബഅസനാ മിൻ മർഖദിനാ ഹാദാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. അതാ വഅദ റഹ്മാൻ വസദഖൽ മുർസലൂൻ. റഹ്മാനായ റബ്ബ് പറഞ്ഞ വാഗ്ദാനം നിറവേറ്റി. നമ്മളിലേക്ക് വന്ന മുർസലീങ്ങളും വലിയമാരും ഒക്കെ സത്യം പറഞ്ഞു, പുനർജന്മണ്ട് എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ നടന്നല്ലോ. അതാണ് പിന്നെ ആ ഖിയാമം. അപ്പം മുഅ്മിനിൻ്റെ മരണസമയത്ത് മുത്തുനബി സമീപത്തുണ്ടാകും എന്നതിന് ഈ ഹദീസാണ് ഏറ്റവും വലിയ തെളിവ്. കാരണം മുഅ്മിനിൻ്റെ ഖിയാമത്തിൽ മുത്തുനബി സമീപസ്ഥനായി കാര്യങ്ങൾ ഏറ്റെടുത്ത് താങ്ങും തണലുമായി ഉണ്ടാകുമെന്നാണ് ഔല എന്നതിൻ്റെ അർത്ഥം. അത് സ്വലാത്തിന് അധികരിപ്പിച്ച് സ്വലാത്ത് ചെല്ലുന്നതിന് എത്രയാണ് പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്. ചിലർ 350 സ്വലാത്ത് പകലും 350 രാത്രിയും അങ്ങനെ പറഞ്ഞവരുണ്ട്. പല കണക്കും പറഞ്ഞവരുണ്ട്. ഏതായാലും ഒരു 700 സ്വലാത്തിങ്ങമില്ലെങ്കിൽ നമ്മൾ നിൽക്കുക. അള്ളാഹു തൗഫീഖാക്കട്ടെ. അപ്പോൾ 1000 സ്വലാത്താണ് ഇപ്പോൾ നമ്മളിപ്പോൾ ചൊല്ലണത്. വളരെ ചുരുങ്ങിയ നേരം കൊണ്ട്. ഇന്നലെ ഇപ്പോൾ 1000 സ്വലാത്ത് ചൊല്ലി നമ്മൾ പിരിഞ്ഞത് എപ്പോഴാണ്? രണ്ടാമത് വീണ്ടും നമ്മളെത്തി. അതായത്